ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ഹാപ്പി പ്ലേറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഹെൽത്തി സ്നാക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുപഴം, ബനാന പൗഡർ, റവ, വെള്ളത്തിൽ കുതിർത്ത് വെച്ച നട്ട്സ്, പിന്നെ മധുരത്തിനായിട്ട് പനങ്കൽക്കണ്ടം. വെറും 5 ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു പാൻ കേക്ക് തയ്യാറാക്കാമെന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ചേരുവകളും, അതായത് ചെറുപഴം, റവ, ബനാന പൗഡർ, നട്ട്സ്, അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പനങ്കൽക്കണ്ടം, ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മോന് കൊടുത്ത് പരീക്ഷിച്ച് വിജയിച്ച ഒരു സ്നാക്കും കൂടിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ ഹെൽത്തിയാണ്. ഹെൽത്തി മാത്രമല്ല, ഇത് വളരെ ടേസ്റ്റിയുമാണ്. മോന് വേണ്ടി ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും ഇത് ഞാനും കഴിക്കും കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഈ ഒരു പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ മുട്ട കൂടി ചേർത്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അടുത്തൊരു യൂട്യൂബറിൻ്റെ വീഡിയോയിൽ ഇതിൻ്റെ റെസിപ്പി കണ്ടത്. അതിലവർ മുട്ട ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇന്ന് മുട്ടയില്ലാതെ ഒരു പരീക്ഷണമാണ് നടത്താൻ പോകുന്നത്. നമ്മുടെ മക്കൾ ഹെൽത്തിയും ഹാപ്പിയുമായിട്ട് ഇരിക്കുന്നത് തന്നെയാണല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. ഞാനൊരു അമ്മയായതിനു ശേഷം നേരിട്ടും അല്ലാതെയും ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ടുണ്ട്. 6 മാസം വരെ കുഞ്ഞിന് മുലപ്പാൽ മാത്രം കൊടുത്താൽ മതിയെന്ന് ഡോക്ടർ. എന്നാൽ ഞങ്ങളൊക്കെ കുട്ടിക്ക് 1 മാസം ആയപ്പോൾ തൊട്ട് ഭക്ഷണം കൊടുത്തു തുടങ്ങിയെന്ന് വീട്ടുകാർ. ഇനി കുട്ടി ഒന്ന് കരഞ്ഞാലോ പാലില്ലേ എന്ന ചോദ്യം, അത് വേറൊരു കൂട്ടർ. ഇനി 6 മാസങ്ങൾക്ക് ശേഷം കുട്ടിക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങിയപ്പോഴോ കുട്ടി മെലിഞ്ഞു പോയി ഒന്നും കൊടുക്കുന്നില്ലേ എന്നുള്ള ചോദ്യം. ഇതെന്നെ പോലെ ആദ്യമായിട്ട് അമ്മയായ പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. ഇതൊക്കെ എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പിന്നീട് മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. എൻ്റെ മോൻ്റെ ആരോഗ്യത്തിനും അവൻ്റെ വളർച്ചയ്ക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ അവന് ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐ ക്യാൻ കോൺഫിഡൻ്റ്ലി സേ ദാറ്റ് ഐ മേ നോട്ട് ബി എ പെർഫെക്റ്റ് മോം, ബട്ട് ഐ വിൽ ബി ദ ബെസ്റ്റ് ഫോർ ഹിം. അപ്പോഴേ സാഹിത്യവും ഫിലോസഫിയും ഒക്കെ പറഞ്ഞു നിന്നാൽ മതിയോ? പാൻ കേക്ക് ഉണ്ടാക്കണ്ടേ? പക്ഷെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഇത് ചെറുതായിട്ട് ലുക്കിൻ്റെ കാര്യത്തിലൊന്ന് പാളിപ്പോയ പാൻ കേക്കാണ്. ഞാൻ ലുക്കിൻ്റെ കാര്യത്തിൽ നിന്ന് പ്രത്യേകം പറയാൻ കാരണം ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലായിരുന്നു. എന്തായാലും ഈ പാൻ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനൊന്ന് പറയാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ബട്ടർ ചേർത്തപ്പോൾ ഒരല്പം കൂടിപ്പോയില്ലേ എന്നൊരു സംശയം. എന്തായാലും നിങ്ങളിത് ചേർക്കുമ്പോൾ പാകത്തിന് ബട്ടർ ചേർക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ അതിലേക്ക് നമ്മൾ പാൻ കേക്കിന് സാധാരണയായിട്ട് ഒഴിക്കുന്നത് പോലെ ഒഴിച്ച് തിരിച്ചും മറിച്ചും ഇട്ടെടുത്താൽ നമ്മുടെ പാൻ കേക്ക് റെഡിയാവും. ഇനി ഞാൻ പറഞ്ഞ ലുക്കിൻ്റെ കാര്യം ഇതാണ്. ഉണ്ടാക്കി വന്നപ്പോഴേക്കും കുറച്ചൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ സംഗതി അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം, മുട്ട കൂടി ചേർത്തിരുന്നെങ്കിൽ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടിയേനെ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.